എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ച മാർക്ക് ലഭിച്ചിട്ടില്ല. അതായത് നിങ്ങൾ എഴുതിയതിനനുസരിച്ച് നിങ്ങൾക്ക് ഗ്രേഡ് കിട്ടിയിട്ടില്ല, A+ കിട്ടിയിട്ടില്ല എന്ന് കരുതുക. അതായത് ഒരു വിദ്യാർത്ഥി ഇപ്പോൾ A+ കിട്ടുമെന്ന് കരുതി, പക്ഷേ റിസൾട്ട് വന്നപ്പോൾ നിങ്ങൾക്ക് Aയോ അല്ലെങ്കിൽ B+ഓ അല്ലെങ്കിൽ Bയോ ഒക്കെയാണ് കിട്ടിയത്. അങ്ങനെയെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് റീവാലുവേഷൻ, അതായത് പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കാം. അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾ എഴുതിയ ആ ഒരു ആൻസർ ഷീറ്റിൻ്റെ കോപ്പി ആവശ്യമുണ്ടെങ്കിൽ ഫോട്ടോ കോപ്പിക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ടീച്ചേഴ്സ് കൂട്ടിയത് എന്തെങ്കിലും തെറ്റിപ്പോയതാണ് എന്ന് നിങ്ങൾക്കൊരു ചിന്ത ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടി നിങ്ങളുടെ ആ ഒരു പേപ്പർ വാല്യുവേഷൻ അതായത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. അതായത് നിങ്ങൾക്ക് ഇട്ട ആ ഒരു മാർക്ക് കൂട്ടിയതൊക്കെ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ സൂക്ഷ്മ പരിശോധനയ്ക്കും അപേക്ഷ സമർപ്പിക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് മെയ് 15-ാം തീയതി വരെയാണ് സൂക്ഷ്മ പരിശോധനയ്ക്കുള്ള അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതിനായിട്ട് ഫോം നിങ്ങൾ ഏത് സ്കൂളിലാണോ ഹൈസ്കൂളിൽ നിങ്ങൾ 10ാം ക്ലാസ് പഠിച്ചിട്ടുള്ളത് ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പൾ, അതായത് ഹെഡ് മാസ്റ്റർക്ക് നിങ്ങൾ ഈ ഒരു അപേക്ഷ നൽകണം. അപ്പോൾ അതിൻ്റെ ഫോമാണിത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ SSLC രജിസ്റ്റർ നമ്പർ നൽകുകയും, അതായത് SSLC രജിസ്റ്റർ നമ്പർ, അതുപോലെ തന്നെ നിങ്ങളുടെ പേര് എന്താണ്, അതുപോലെ നിങ്ങളുടെ മേൽവിലാസവും ഫോൺ നമ്പറും, അതുപോലെ നിങ്ങളുടെ പരീക്ഷ എഴുതിയ സ്കൂളിൻ്റെ പേരും, അതുപോലെ ആ ഒരു സ്കൂളിൻ്റെ കോഡും. അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ആ ഒരു സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് നിങ്ങളുടെ ആ ഒരു സ്കൂളിലെ ഹെഡ് മാസ്റ്ററോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിൽസ് പറഞ്ഞു തരും. അല്ലെങ്കിൽ ആ ഒരു സ്കൂളിൽ നിന്നുമുള്ള ഏതെങ്കിലും അധ്യാപകരോട്, അതായത് നിങ്ങളുടെ ടീച്ചേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം പറഞ്ഞു തരും. ഇതിൽ പഠന മാധ്യമം, അതായത് നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നോ അല്ലെങ്കിൽ മലയാളം മീഡിയം ആയിരുന്നോ എന്നുള്ളത് കറക്റ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അത് രേഖപ്പെടുത്തിയ ശേഷം നിങ്ങളുടെ ആ ഒരു പരീക്ഷാ പേപ്പറുടെ വിവരം നിങ്ങൾ കറക്റ്റായിട്ട് രേഖപ്പെടുത്തുക. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഇംഗ്ലീഷിനാണ് നിങ്ങൾക്ക് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടാതിരുന്നത്. ആ ഒരു വിഷയം നിങ്ങൾ ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് ഇവിടെ നിങ്ങൾ എഴുതുക. അതായത് ഏത് വിഷയമാണ് എന്നുള്ളത് നിങ്ങൾ എഴുതുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ലഭിച്ച ഗ്രേഡ് ഏതാണ്, അതിന് ഏത് ഗ്രേഡാണ് നിങ്ങൾക്ക് ലഭിച്ചത്, ആ ഒരു ഗ്രേഡ്, അതായത് നിങ്ങൾക്ക് B+ ആണോ അല്ലെങ്കിൽ B ആണോ അല്ലെങ്കിൽ A ഗ്രേഡ് ആണോ എന്നുള്ളത് കറക്റ്റായിട്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് എനിക്കിപ്പോൾ A ഗ്രേഡാണ് കിട്ടിയത്, എനിക്ക് A+ പ്രതീക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ ആ ഒരു ലഭിച്ച ഗ്രേഡ് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് അവിടെ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന ഫോം പൂരിപ്പിക്കുന്നത് ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതിനുശേഷം നിങ്ങൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് 50 രൂപയാണ് ഫീസ് വരിക. ഫോട്ടോ കോപ്പിക്ക് 200 രൂപയാണ് വരിക. പുനർമൂല്യനിർണ്ണയം, അതായത് റീവാലുവേഷന് 400 രൂപയാണ് നിങ്ങൾക്ക് വരിക. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏതാണോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് അതിന് X എന്ന് ചിഹ്നം രേഖപ്പെടുത്തുക. അപ്പോൾ ഞാനിപ്പോൾ പുനർമൂല്യനിർണ്ണയത്തിനാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവിടെ X എന്ന് രേഖപ്പെടുത്തുന്നു. അപ്പോൾ അതിൻ്റെ ഫീസ് എത്രയാണെന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുക. അപ്പോൾ അതിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 400 രൂപയാണ്. എത്ര രൂപയാണ് ഫീസ് അടയ്ക്കിയത്, അതായത് ഫീസ് അടച്ചിട്ടുള്ളത് ആ ഒരു പൈസയാണ് നിങ്ങൾ അവിടെ രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ അതിൻ്റെ പൈസ 400 രൂപയാണ്. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഞാനിപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത് മാത്സ്, അതായത് കണക്കിനാണ്. അപ്പോൾ കണക്കിന് എനിക്ക് ലഭിച്ചിട്ടുള്ളത് B+ ആണെന്ന് കരുതുക. അപ്പോൾ B+ ആണ് കിട്ടിയതെങ്കിൽ എനിക്കൊരു A+ കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് ഇപ്പോൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് അതായത് റീവാലുവേഷൻ അപേക്ഷിക്കുന്നവർ സൂക്ഷ്മ പരിശോധനയ്ക്ക് അപേക്ഷിക്കേണ്ടതില്ല. അപ്പോൾ ഞാനിപ്പോൾ എനിക്കൊരു ഫോട്ടോ കോപ്പി അതിൻ്റെ വേണം എന്ന് കരുതുക. അപ്പോൾ ഞാൻ അവിടെ ഫോട്ടോ കോപ്പിയുടെ ആ ഒരു കോളത്തിൽ അതിന് നേരെയായിട്ട്, അതായത് ഇതിന് നേരെയായിട്ട് X, അതായത് ആ ഒരു ചിഹ്നം ഇടുക. അതിനുശേഷം അത് റീവാലുവേഷനും എനിക്ക് വേണം. അപ്പോൾ അതിന് റീവാലുവേഷനും കൊടുത്തു. അപ്പോൾ ടോട്ടൽ പൈസ വരുന്നത് 600 രൂപയാണ്. അപ്പോൾ 600 എന്ന് കറക്റ്റായിട്ട് അവിടെ എഴുതി. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസാണ് നിങ്ങൾ എഴുതേണ്ടത്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ആ ഒരു പരിശോധനക്കായിട്ട് ടോട്ടലായിട്ട് നിങ്ങൾ അടച്ച ആ ഒരു ഡീറ്റെയിൽസാണ്. അപ്പോൾ ആ ഒരു ഇവിടെ ഏതാണ് തീയതി എന്ന് എഴുതുക. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം തീയതി എന്ന് പറഞ്ഞുകൊണ്ട് ഏതാണ് തീയതി എന്ന് എഴുതുക. അതിനുശേഷം ഇവിടെ സൂക്ഷ്മ പരിശോധന എന്ന് പറഞ്ഞ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ എത്രയെങ്കിലും പൈസ, അതായത് അതിനായിട്ട് അടച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് കറക്റ്റായിട്ട് രേഖപ്പെടുത്തുക. ഫോട്ടോ കോപ്പിക്ക് ഞാനിപ്പോൾ ഒരു ഫോട്ടോ കോപ്പിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു 200 രൂപയും, അതുപോലെ പുനർമൂല്യനിർണ്ണയത്തിന്, അതായത് 2 വിഷയങ്ങളാണ് റീവാലുവേഷൻ അപേക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ടോട്ടൽ 800 രൂപ, 400 800 രൂപ അപ്പോൾ ടോട്ടൽ വരുന്നുണ്ട്. അപ്പോൾ ടോട്ടലായിട്ട് 1000 രൂപയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ 1000 എന്ന് രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഇത്രയും നൽകിയ ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങളുടെ ആ ഒരു സിഗ്നേച്ചർ ഇടുക. അതായത് ഇവിടെ നിങ്ങളുടെ സിഗ്നേച്ചർ, അതുപോലെ ഇവിടെ നിങ്ങളുടെ സ്ഥലം, തീയതി എന്നിവ കറക്റ്റായിട്ട് എഴുതുക. അപ്പോൾ ഇവിടെ നൽകിയിട്ടുണ്ട് നിശ്ചിത ഫീസ് പണമായിട്ട് സ്കൂൾ മേധാവിയെ ഏൽപ്പിക്കണം എന്നുള്ളത്. നിങ്ങൾ എത്രയാണോ പൈസ കൊണ്ടുപോകുന്നത് അതായത്
ആകെ വരുന്ന ഫീസ് എത്രയാണോ ആ ഒരു പൈസയും ഈ ഒരു ഫോം പൂരിപ്പിച്ചുകൊണ്ടും നിങ്ങളുടെ ആ ഒരു സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്ക് നിങ്ങൾ നൽകേണ്ടതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നിവയെക്കുറിച്ച് പറയാനുള്ളത്. റീവാലുവേഷൻ 400 രൂപയും ഫോട്ടോ കോപ്പിക്ക് 200 രൂപയും സൂക്ഷ്മ പരിശോധനയ്ക്ക് 50 രൂപയുമാണ് ഫീസ് വരിക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് മെയ് 15-ാം തീയതി വരെയാണ് ഈ ഒരു റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നിവയ്ക്ക് അപേക്ഷിക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ ഈ വർഷത്തെ SSLC സേ പരീക്ഷയ്ക്കുള്ള അപേക്ഷ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മെയ് 15-ാം തീയതി വരെ അപേക്ഷ നൽകാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.